Hello, my dear friends. It's such a joy to see you today. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങളെ കാണുന്നതിൽ വലിയ സന്തോഷമുണ്ട്. The promise verse for today is taken from Lamentations chapter 3 verse 25. വിലാപങ്ങൾ 3:25 ഇന്നത്തെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിട്ടുള്ളത്. The Lord is good to those who wait for him, to the soul who seeks him. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവൻ. Are you somebody who has been waiting for the Lord for a long time? കർത്താവിന് വേണ്ടി വളരെ കാലമായി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? Or have you been waiting for your miracle for a long time? നിങ്ങളുടെ അത്ഭുതത്തിനു വേണ്ടി വളരെ കാലമായി കാത്തിരിക്കുന്ന വ്യക്തിയാണോ? The Lord promises that he is good to such people. അങ്ങനെയുള്ളവർക്ക് ദൈവം നല്ലവനായിരിക്കുന്നുവെന്ന് വാഗ്ദത്തം ചെയ്യുന്നു. He will give you a miracle today. ഇന്ന് അവിടുന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. He will answer all your prayers today. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം ഇന്ന് ഉത്തരം തരും. Today we also celebrate the 41st year of Jesus Calls Prayer Tower Ministry. ജീസസ് കോൾസിന്റെ പ്രയർ ടവർ മിനിസ്ട്രിയുടെ 41ാം വാർഷികം ഇന്ന് ആഘോഷിക്കുകയാണ്. I'm sure many of you might have been touched through the ministry through our prayer towers. പ്രാർത്ഥനാ ഗോപുരം ശുശ്രൂഷയിലൂടെ നിങ്ങളൊക്കെയും തൊടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. There are more than 100 prayer towers throughout India serving, where we have prayer warriors and intercessors praying for the people to wipe their tears. ഇന്ത്യയിലൊട്ടാകെ 100-ലധികം പ്രാർത്ഥനാ ഗോപുരങ്ങളും പ്രാർത്ഥനാ വീരന്മാരും മധ്യസ്ഥത ചെയ്ത് പ്രാർത്ഥിക്കുന്നവരും ഉണ്ട്. ദൈവം ജനങ്ങളുടെ കണ്ണുനീരൊപ്പുവാൻ അവർ പ്രാർത്ഥിക്കുന്നു. So I want to tell you a small incident how this affected my life personally. ആദ്യമായി എന്റെ ജീവിതത്തെ ഇതെങ്ങനെ ബാധിച്ചു എന്ന് ഞാൻ പറയട്ടെ. One day as I was going out from my college, I was going to my aunt's house. ഒരിക്കൽ എന്റെ കോളേജിൽ നിന്നും എന്റെ ആന്റിയുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. And it was after 6 o'clock, it was dark, and I was going in a route that I've never gone before. 6 മണിക്ക് ശേഷം ഇരുട്ട് വീണപ്പോൾ എനിക്കറിയാത്ത ഒരു വഴിയിലൂടെയാണ് ഞാൻ നടന്നു പോയത്. I was trusting the Google Maps and I was going forward. ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഞാൻ യാത്ര ചെയ്തത്. Suddenly I realized my phone had only 1% and the phone switched off. എന്റെ ഫോണിൽ ബാറ്ററി തീർന്ന് അത് സ്വിച്ച് ഓഫ് ആയി പോവുകയും ചെയ്തു. And I didn't know what to do. എന്തു ചെയ്യണമെന്നറിയില്ല. I was so scared. I started praying, Lord, I'm lost. I don't know what to do. കർത്താവേ, എന്നെ സഹായിക്കണം, എന്തു ചെയ്യണമെന്നറിയില്ല എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. This was right outside the highway in Vanagaram. വാനഗരം ഹൈവേക്ക് അടുത്ത് വെച്ചാണ് ഇത് സംഭവിച്ചത്. As I was going round and round, suddenly on my left side I saw Jesus Calls Vanagaram Prayer Tower. ഞാൻ അങ്ങനെ ചുറ്റിത്തിരിഞ്ഞപ്പോൾ വാനഗരം പ്രയർ ടവർ എന്റെ ഇടതുഭാഗത്തായി എനിക്ക് കാണുവാൻ ഇടയായി. And I realized, Lord, this is such an answer to my prayer. ഇത് എന്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണെന്ന് ഞാൻ മനസ്സിലാക്കി. And I forgot about going to my aunt's place. I went off directly into the prayer tower and went to the chapel and prayed and thanked God. ഞാൻ ആന്റിയുടെ വീട്ടിലേക്ക് പോകുന്ന കാര്യം മറന്നിട്ട് പ്രയർ ടവറിലേക്ക് ചെന്ന് അവിടുത്തെ ചാപ്പലിലിരുന്ന് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. Yes, in the same way, the prayer tower has been such a blessing to so many people. അങ്ങനെ ഈ പ്രാർത്ഥനാ ഗോപുരം അനേക ആളുകൾക്ക് അനുഗ്രഹമായി തീർന്നിരിക്കുന്നു. So many of your prayers have been answered through our telephone prayer towers. ടെലിഫോൺ പ്രയർ ടവറിലൂടെ അനേകരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുവാനിടയായിട്ടുണ്ട്. In the same way, the Lord promises that He is going to answer all your tears today. അതേപോലെ നിങ്ങളുടെ കണ്ണുനീരിനെല്ലാം ഇന്ന് മറുപടി തരുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. The Bible says in Proverbs 18:10, സദൃശവാക്യങ്ങൾ 18:10 പറയുന്നു, the name of the Lord is a strong tower, the righteous man runs into it and is safe. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ചെന്ന് അഭയം പ്രാപിക്കുന്നു. Yes, today as you're waiting for your blessing from the Lord, ഇന്ന് ദൈവത്തിങ്കിൽ നിന്നുള്ള അനുഗ്രഹത്തിനായി കാത്തിരിക്കുമ്പോൾ you might be waiting for the blessing of a child, ഒരു സന്താനത്തിനായി കാത്തിരിക്കുന്നവരാകാം. or you might be praying for your child to turn away from his bad behavior. കുഞ്ഞുങ്ങളുടെ ദുർസ്വഭാവം മാറുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാകാം. Today is the day, my dear friends. ഇന്നാണ് ആ ദിവസം. Receive your blessing and your miracle from God. ദൈവത്തിൽ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും പ്രാപിക്കുക. Let's pray together. നമുക്ക് പ്രാർത്ഥിക്കാം. Lord Jesus, today I pray for all your children who are watching this program. ഈ പരിപാടി കാണുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. Lord, let your presence come upon each one of them. ഓരോരുത്തരുടെ മേലും അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകട്ടെ. Lord, let your comforting presence bind all their families together, Father. അവിടുത്തെ ആശ്വസിപ്പിക്കുന്ന സാന്നിധ്യം ആ കുടുംബത്തെ വലയം ചെയ്യട്ടെ. Lord, so many of them might be praying for peace in their homes.
കുടുംബത്തിലെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട്. They might be praying for a child for so many years. നാളുകളായി സന്താനത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. They might be praying for their children to turn back from their evil ways. ദോഷവഴികളിൽ നിന്നും കുഞ്ഞുങ്ങൾ മാറിപ്പോകുവാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്. Lord, I pray for all their tears to be answered today, Father. പിതാവേ, അവരുടെ കണ്ണുനീരിന് ഇന്ന് മറുപടി കൊടുക്കുമാറാകണമേ. Lord, let miracles happen right now. ഇപ്പോൾ തന്നെ അത്ഭുതങ്ങൾ നടക്കട്ടെ. Lord, let financial blessings come today itself. സാമ്പത്തിക നന്മകൾ ഇന്ന് തന്നെ ഉണ്ടാകുമാറാകട്ടെ. Lord, let them be able to clear all their debts, Father. കടങ്ങളൊക്കെയും വിട്ടുവാൻ പിതാവേ അവരെ സഹായിക്കണമേ. Let there be peace in their homes. കുടുംബത്തിൽ സമാധാനമുണ്ടാകട്ടെ. Let them receive salvation. അവർ രക്ഷ പ്രാപിക്കുമാറാകട്ടെ. Lord, let your children receive your touch today, Father. അവിടുത്തെ മക്കൾ ഇന്ന് തന്നെ അവിടുത്തെ സ്പർശനം അനുഭവിക്കട്ടെ. No more waiting. അമാന്തിക്കരുതേ. No more tears. ഇനിയും കണ്ണുനീർ വേണ്ട. Only answers and blessings after blessing. പ്രാർത്ഥനയ്ക്ക് ഉത്തരവും അനുഗ്രഹങ്ങളും മാത്രം മതി. We thank you for your blessing upon your children, Father. അവിടുത്തെ ജനങ്ങൾക്ക് നീ നൽകുന്ന അനുഗ്രഹത്തിനായി നന്ദി. In Jesus' name I pray. Amen. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. So my dear friends, the Lord has promised to bless you and wipe away all your tears today. പ്രിയ സുഹൃത്തുക്കളെ, ദൈവം നിങ്ങളുടെ കണ്ണുനീർ തുടച്ച് നിങ്ങളെ അനുഗ്രഹിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്.